എന്തിനോടെങ്കിലുമൊക്കെ നമുക്കൊരു താല്പര്യം ഉണ്ടാകുമല്ലോ. എനിക്ക് സംഗീതത്തിലായിരുന്നു കൂടുതൽ താല്പര്യം. ഭാരതീയ സംഗീതം രണ്ടായിട്ട് കണക്കാക്കപ്പെടുന്നു. ഒന്ന് ഉത്തരേന്ത്യൻ സംഗീതം, ദക്ഷിണേന്ത്യൻ സംഗീതം, അതായത് ഹിന്ദുസ്ഥാനി സംഗീതവും കർണാടക സംഗീതവും. അതിലാദ്യമായിട്ട് എൻ്റെ ഗുരുദക്ഷിണ എന്നുള്ള രീതിക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറിൻ്റെ കച്ചേരിയായിരുന്നു ആദ്യം കല്ലറയിൽ നടത്തിയത്. നക്ഷത്രദീപങ്ങൾ തിളങ്ങി, നക്ഷത്രദീപങ്ങൾ തിളങ്ങി, നവരാത്രി മണ്ഡപമൊരുങ്ങി, നക്ഷത്രദീപങ്ങൾ തിളങ്ങി, നവരാത്രി മണ്ഡപമൊരുങ്ങി, രാജധാനി വീണ്ടും സ്വാതി തിരുനാളിൻ, രാജധാനി വീണ്ടും സ്വാതി തിരുനാളിൻ, രാഗസുധാസാഗരത്തിൽ നീരാടി, നക്ഷത്രദീപങ്ങൾ തിളങ്ങി, നവരാത്രി മണ്ഡപമൊരുങ്ങി. ഏതൊരു വിഷയവും നാം പഠിക്കുമ്പോൾ അതിൽ പൂർണ്ണത നേടണമെങ്കിൽ ആ വിഷയത്തിൻ്റെ ചരിത്രവും തത്വവും തത്വശാസ്ത്രവും ഒക്കെ അറിഞ്ഞു വയ്ക്കണം. നമസ്കാരം. ഒരു സംഗീത പാരമ്പര്യം ഉള്ള കുടുംബത്തിലല്ല ഞാൻ ജനിച്ചത്. പിന്നെ ഒരു മനുഷ്യൻ ജനിച്ച് ജീവിച്ച് പഠിച്ച് വളരുന്നതിനിടയ്ക്ക് എന്തിനോടെങ്കിലുമൊക്കെ നമുക്കൊരു താല്പര്യം ഉണ്ടാകുമല്ലോ. എനിക്ക് സംഗീതത്തിലായിരുന്നു കൂടുതൽ താല്പര്യം. പഠിക്കുന്ന സമയത്ത് നമുക്ക് സ്കൂൾ പാഠപുസ്തകത്തിൽ തന്നെ ഉണ്ട് ഒരു പീരീഡ്, നമ്മുടെ സംഗീതത്തിന് വേണ്ടിയുള്ള ഒരു പീരീഡ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് സംഗീതം പഠിച്ചു തുടങ്ങിയത്. ശ്രീ നടരാജൻ സാറായിരുന്നു നമ്മുടെ സ്കൂളിലെ സംഗീതാധ്യാപകൻ. ലളിതഗാനങ്ങളാണ് സാർ പഠിപ്പിച്ചിരുന്നത്. പിന്നെ കേൾവിജ്ഞാനം, ഒരുപാട് കേൾക്കുമായിരുന്നു സംഗീതം. അതിൽ കൂടി കൂടുതൽ താല്പര്യമുണ്ടായി ഈ കേൾവിജ്ഞാനത്തിൽ കൂടി. അതിനുശേഷം അത് കൂടുതൽ അറിയണമെന്നുള്ള ആ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായി. അന്വേഷിച്ച് ഒടുവിൽ ചെന്നെത്തിയത് രണ്ട് മഹാരഥന്മാരുടെ മുന്നിലാണ്. ആ ഗുരുക്കന്മാരാണ് എന്നെ സംഗീതത്തിൽ ഇന്ന് ഈ ചെറിയ രീതിയിലെങ്കിലും അറിയപ്പെടുന്നതിനുള്ള കാരണക്കാർ. ഒന്ന് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറും, രണ്ടാമത്തേത് പാർവതിപുരം എച്ച് പത്മനാഭ അയ്യർ സാർ. അവർ രണ്ടുപേരിൽ നിന്നാണ് സംഗീതത്തിൻ്റെ ആദ്യ പാഠങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത്, അതിൻ്റെ സംഗീതം എന്താണെന്ന് തിരിച്ചറിയുന്നത്. അതിനു മുന്നേ കല്ലറയിൽ നമ്മുടെ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന ശ്രീ രാമൻകുട്ടി സാർ, അവരെയൊക്കെ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. പക്ഷേ സംഗീതത്തിൻ്റെ ശരിക്കുള്ള കർണാടക സംഗീതത്തിൻ്റെ പാഠങ്ങൾ, ശരിക്കുള്ള പാഠങ്ങൾ പഠിച്ചു തുടങ്ങിയത് ഈ രണ്ട് ഗുരുക്കന്മാരുടെ മുന്നിൽ നിന്നാണ്. എൻ്റെ ഗുരുനാഥന്മാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ 10ാം ക്ലാസ്സിൽ മലയാളം പഠിപ്പിച്ചിരുന്ന അധ്യാപകൻ ഷംസുദ്ദീൻ സാർ മുതൽ തുടങ്ങണം. അദ്ദേഹമാണ് ശരിക്കും ഇതിലേക്കൊരു താല്പര്യം എന്നിൽ കൂടുതൽ വളർത്തിയെടുത്തത്. അന്നൊക്കെ നമ്മുടെ സ്കൂൾ പാഠപുസ്തകത്തിലെ കവിതകൾ സാർ എന്നെക്കൊണ്ട് ഒരു ഈണത്തിൽ ചൊല്ലിക്കുമായിരുന്നു. അന്ന് സാറ് പറയുമായിരുന്നു സംഗീതം പഠിക്കാൻ പോകണമെന്ന്. സാഹചര്യങ്ങൾ വളരെ മോശമായിരുന്നു, അതുകൊണ്ട് സംഗീത പഠനത്തെക്കുറിച്ച് അന്ന് ചിന്തിച്ചിരുന്നില്ല. സ്കൂളിൻ്റെ പഠനമൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം യാദൃച്ഛികമായിട്ട് കല്ലറ വെച്ച് ഷംസുദ്ദീൻ സാറിനെ കാണുകയും സാർ എൻ്റെ അടുത്ത് ചോദിച്ചു, സംഗീതം പഠിച്ചു തുടങ്ങിയതെന്ന്. അപ്പോൾ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ തന്നെ ഒരു ഓട്ടോ വിളിച്ച് ഇവിടെ പോറ്റിമുക്ക്, കല്ലറയിൽ പോറ്റിമുക്കിലാണ് നടരാജൻ സാർ, സ്കൂളിൽ സംഗീതം പഠിപ്പിച്ചിരുന്ന നടരാജൻ സാർ താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ കൂട്ടിക്കൊണ്ട് പോയി ഇവനെ സംഗീതം പഠിപ്പിക്കണമെന്ന് സാർ പറഞ്ഞു ഏൽപ്പിച്ചു. നടരാജൻ സാർ പറഞ്ഞു, ആധികാരികമായിട്ട് പഠിപ്പിക്കാൻ ഞാൻ പ്രാപ്തനല്ല, രാമൻകുട്ടി സാറുമായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം. അങ്ങനെ രാമൻകുട്ടി സാറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. സാറും സ്വരാക്ഷരങ്ങളൊന്നും ആദ്യം പറഞ്ഞു തന്നിരുന്നില്ല, പാട്ടുകളും കീർത്തനങ്ങളും ഒക്കെയാണ് സാർ ആദ്യമേ പഠിപ്പിച്ചിരുന്നത്. ആ കൂട്ടത്തിൽ അന്ന് സാറിൻ്റെ അന്ന് ഈ ശബരിമല സീസണൊക്കെ വരുമ്പോൾ ഒരു ഭക്തിഗാനത്തിൻ്റെ ഇതുണ്ട്. അധികം ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നുമില്ല, തബലയും ഹാർമോണിയം മാത്രമാണ് അന്നത്തെ ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ സാർ ആ പ്രോഗ്രാമിനൊക്കെ എന്നെ കൂടെ കൊണ്ടുപോകും. ഞാനും പാട്ടുകൾ പാടും. അതിന് വേണ്ടിയിട്ട് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ആധികാരികമായിട്ട് സംഗീതം, കർണാടക സംഗീതം എന്തെന്നറിയണം എന്നുള്ള ഒരു അമിതമായ ഒരു ആവേശമുണ്ടായി. പല പരിചയങ്ങളിലൂടെയും
എനിക്ക് ചെന്ന് ആദ്യം എത്തിപ്പെടാൻ സാധിച്ചത് ശ്രീ പാർവതീപുരം എച്ച് പത്മനാഭയ്യർ സാറിൻ്റെ അടുത്താണ്. സാറാണ് ശരിക്കും കർണാടക സംഗീതത്തിൻ്റെ ആദ്യ പാഠങ്ങൾ മുതൽ എനിക്ക് പറഞ്ഞു തരാൻ തുടങ്ങിയത്. പഠിച്ച് ആ സമയത്ത് ജീവിത സാഹചര്യം വളരെ മോശമായിരുന്നു. ആറ്റിങ്ങൽ ഗ്രാമത്തിലാണ് സാർ താമസിച്ചിരുന്നത്. ഞാൻ പോയി വന്നാണ് ക്ലാസ്സിന് ഇവിടെ നിന്ന് പോകുമായിരുന്നു. ചിലപ്പോൾ വൈകുന്നേരമായിരിക്കും, രാത്രി തിരിച്ചു വരും. എൻ്റെ അമ്മയും സഹോദരിയും മാത്രമായിരുന്നു അന്ന് വീട്ടിൽ. അതുകൊണ്ട് അധിക സമയം വെയിറ്റ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ വീട്ടിൽ വരേണ്ട സാഹചര്യവും ഉണ്ടായിരുന്നു. അതിനുള്ളിൽ പഠിച്ചു. സാറിന് എൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, നിനക്കിതിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ജീവിക്കാനൊരു ചുറ്റുപാട് വേണം. അതിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യണം. നീ സംഗീതം, ഇപ്പോൾ തമിഴ്നാട്ടിലൊരു എക്സാം നടക്കുന്നുണ്ട്, ലോവർ ഹയർ ഒരു ഡിപ്ലോമ കോഴ്സാണ്. അത് എക്സാം പാസ്സായി കഴിഞ്ഞാൽ, പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ നിനക്ക് ഒരു സംഗീത അധ്യാപകനായിട്ട് ഏതെങ്കിലും സ്കൂളിൽ ജോലിക്ക് കയറാം എന്നുള്ള ഒരു സാറിൻ്റെ പ്രചോദനം ഞാൻ അതിനുവേണ്ടി പഠിക്കാൻ തുടങ്ങി. വീണ്ടും സംഗീതത്തിലേക്ക് ഇങ്ങനെ എന്നെ വലിച്ച് കൊണ്ടുപോവുകയായിരുന്നു. അപ്പോൾ മുന്നിലൊരു ജോലി എന്നുള്ള ഒരു ചിന്താഗതിയോട് കൂടി പഠിച്ചു. നാഗർകോവിൽ വെച്ച് ആ എക്സാം ഞാൻ അറ്റൻഡ് ചെയ്തു. സേതുലക്ഷ്മി ബായി സ്കൂളിൽ വെച്ച് ഞാനത് റാങ്കോട്ട് കൂടി പാസ്സാകുകയും ചെയ്തു. അന്ന് ആ എക്സാം പാസ്സായി കഴിഞ്ഞാൽ നമ്മുടെ 4 സ്റ്റേറ്റുകളിൽ ജോലി കിട്ടാൻ, സംഗീത അധ്യാപകനായി ജോലി കിട്ടാൻ സാധ്യതയുള്ള കോഴ്സായിരുന്നു. കേരളം, തമിഴ്നാട്, ആന്ധ്ര, കർണാടക. അങ്ങനെ ആ കോഴ്സ് പാസ്സായി കഴിഞ്ഞ് വീണ്ടും സംഗീത പഠനം തുടർന്നു. അങ്ങനെ അയ്യർ സാറിൻ്റെ അടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാറിൻ്റെ പ്രഥമ ശിഷ്യനായി മാറി. സാറിൻ്റെ കച്ചേരികൾക്കൊക്കെ എന്നെ തമ്പുരു ആർട്ടിസ്റ്റായിട്ട് കൂടെ കൂട്ടി. ഒടുവിൽ നമ്മുടെ ഭരതന്നൂർ സ്കൂളിൽ പ്രശസ്ത വയലിനിസ്റ്റ് ശ്രീ ബാബുനാരായണൻ അന്ന് സംഗീത അധ്യാപകനായി ജോയിൻ ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പരിചയം അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിച്ചു എന്നെ. ശ്രീ ബാബുനാരായണൻ എന്ന് പറഞ്ഞ പ്രശസ്ത മൃദംഗ ചക്രവർത്തി വേലുക്കുട്ടി സാറിൻ്റെ മകനാണ്. വേലുക്കുട്ടി സാറിൻ്റെ അടുത്ത് എത്തപ്പെട്ടു. ഒരു പ്രാവശ്യം എന്നെ അവിടേക്ക് ക്ഷണിച്ചു. സാറ് എനിക്ക് ഒരു ലെറ്റർ തന്നിട്ട് പറഞ്ഞു, ഇത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാർ ശാസ്തമംഗലത്താണ് താമസിക്കുന്നത്, ഇത് കൊണ്ട് കൊടുത്തിട്ട് നീ അവിടെ സംഗീത പഠനം ആരംഭിക്കണമെന്ന് പറഞ്ഞു. അന്ന് റേഡിയോ വഴിയൊക്കെയാണ് സാറിൻ്റെ സംഗീതം കേട്ടിട്ടുള്ളതും സാറിൻ്റെ ശബ്ദം കേട്ടിട്ടുള്ളതും. അതെനിക്കൊരു ഭയങ്കര ഒരു അനുഭവമായിരുന്നു. സാറിനെ ഒന്ന് കാണാനുള്ള ഒരു ആഗ്രഹം, പെരുമ്പാവൂർ സാറിനെ. അങ്ങനെ ഞാൻ ഈ ലെറ്ററുമായി ശാസ്തമംഗലത്തുള്ള പെരുമ്പാവൂർ സാറിൻ്റെ വീട്ടിലെത്തി. അന്ന് എനിക്ക് സാറിനെ കാണാൻ പറ്റിയില്ല, സാറ് സ്ഥലത്തില്ലായിരുന്നു. ഇതുപോലെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 6-7 ദിവസം ഞാൻ ആ വീട്ടിൽ പോയിരുന്നു ഈ ലെറ്ററുമായിട്ട്. അപ്പോഴൊക്കെ സാറ് തിരക്കായിരുന്നു. അന്ന് ARL സാറിന് ജോലിയായിരുന്നു. 8ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു സാറിനെ ഞാൻ കണ്ടു ഈ ലെറ്റർ കൊടുത്തു. സാറിനെ അന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ലെറ്റർ വായിച്ച ഉടനെ സംഗീത മുറിയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ലെറ്റർ തന്നു വിട്ടത് ശ്രീ വേലുക്കുട്ടി സാറാണല്ലോ. അതുകൊണ്ട് സാറിന് നിരസിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം സംഗീത മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇതുവരെ പഠിച്ചു എന്ന് ചോദിച്ചു. വർണ്ണമൊക്കെ കുറച്ച് പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. വർണ്ണം സംഗീത പാഠത്തിലെ ഏറ്റവും പ്രഥമമായ പാഠമാണ് വർണ്ണം എന്ന് പറഞ്ഞു. വർണ്ണം 1-2 കാലങ്ങൾ പാടുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ കീർത്തനം പാടാൻ കഴിയൂ. അങ്ങനെയാണ്, അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. വർണ്ണമൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കീർത്തനങ്ങൾ പാടാനുള്ള ആ ഒരു വഴി തുറന്നു കിട്ടും. അങ്ങനെ ഒരു വർണ്ണം പാടാനാണ് സാർ ആദ്യം ആവശ്യപ്പെട്ടത്. ആ ഒരു വർണ്ണം ഞാൻ പഠിച്ച എൻ്റെ അറിവിൻ്റെ ആ ഒരു വെളിച്ചത്തിൽ ഞാൻ പാടി കേൾപ്പിച്ചു. സാറിനത് ഇഷ്ടമായി. അന്ന് മുതൽ തന്നെ എനിക്ക് ക്ലാസ്സും ആരംഭിച്ചു. സൗരാഷ്ട്ര രാഗത്തിലുള്ള ഒരു ത്യാഗരാജ കീർത്തനമാണ് എനിക്ക് തുടങ്ങിയത്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ വീണ്ടും അത് സംഗീതത്തിലേക്ക് അടുക്കുകയായിരുന്നു. സാറിൻ്റെ, പെരുമ്പാവൂർ സാറിൻ്റെയും പ്രഥമ ശിഷ്യനാവാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ ഒരു മഹാഭാഗ്യമായി ഇന്ന് ഓർക്കുന്നു. ഏകദേശം 10 വർഷത്തോളം സാറിൻ്റെ ഒരു നിഴലായി ഞാൻ കൂടെ ഉണ്ടായിരുന്നു. സാറിൻ്റെ പ്രോഗ്രാംസിലും തമ്പുരു ആർട്ടിസ്റ്റായിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോയി വലിയ വലിയ വേദികൾ, വലിയ വലിയ ആർട്ടിസ്റ്റുകൾ, അവരുടെയൊക്കെ കൂടെ എനിക്ക് വേദി പങ്കിടുവാൻ, എനിക്ക് അവിടെ ഇരിക്കുവാൻ കഴിഞ്ഞു. വളരെ സന്തോഷത്തോടു കൂടിയും ആ സംഗീതത്തിലേക്ക് എൻ്റെ ആ ഒരു പ്രവേശനം ഞാൻ ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ എത്തിപ്പെട്ടു എന്ന് എനിക്കപ്പോൾ ബോധ്യമായി. അന്ന് സംഗീതം ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഉപജീവന മാർഗം ആയിട്ട് കാണാൻ പറ്റിയ ഒരു സമയമായിരുന്നില്ല.
പ്രത്യേകിച്ച് കർണാടക സംഗീതം എന്ന് പറയുന്നത് നമ്മൾ വർഷങ്ങളോളം പഠിച്ചാൽ മാത്രമേ നമുക്ക് വേദിയിലൊരു കച്ചേരി നടത്താൻ പറ്റൂ. അതുകൊണ്ട് നമ്മൾ ചെറിയ നമ്മുടെ ചിലവുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ പ്രോഗ്രാംസുകൾ സംഘടിപ്പിക്കാറുണ്ടായിരുന്നു ഞാനും. അപ്പോൾ തിരുവനന്തപുരത്തെ ആ ഒരു ബന്ധം എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളെ നേടിത്തന്നു. അപ്പോൾ ഞങ്ങളൊക്കെ കൂടെ ചെറിയൊരു ട്രൂപ്പ് ഉണ്ടാക്കുകയും ഭക്തിഗാനങ്ങൾ, ചെറിയ ഗാനമേളകൾ, വീണ്ടും ഇങ്ങനെയുള്ള പ്രോഗ്രാംസിന് വേണ്ടി പാട്ടുകൾ പഠിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ലൈറ്റ് മ്യൂസിക്കിലേക്കുള്ള ആ ഒരു ചുവടുവയ്പ് തുടങ്ങുന്നത്. പക്ഷേ എനിക്ക് ശരിക്കും കർണാടക സംഗീതം തന്നെയാണ് എൻ്റെ മനസ്സിൽ. എനിക്കത് പഠിക്കണം. ഓരോ കീർത്തനങ്ങളും ഓരോ രാഗങ്ങളും താളങ്ങളും ഒക്കെ പഠിക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചും എനിക്ക് അതിനോട് വീണ്ടും എനിക്ക് അത് കൂടുതൽ അറിയാനുള്ള ആ ഒരു വ്യഗ്രത മനസ്സിലുണ്ടായി. പിന്നെ ലൈറ്റ് മ്യൂസിക് ചെറുതായിട്ടൊക്കെ, പിന്നെ എൻ്റെ വോയിസ് ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെ ലൈറ്റ് മ്യൂസിക് പാടാൻ പറ്റിയൊരു വോയിസും ഒന്നും ആയിരുന്നില്ല. ക്ലാസിക്കൽ കൂടുതൽ അറിയണം എന്നുള്ള താല്പര്യമായിരുന്നു. എന്നെ പ്രചോദനം എനിക്ക് തന്നത് ഈ രണ്ട് ഗുരുക്കന്മാരും ക്ലാസിക്കൽ പഠിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ആ സംഗീത കച്ചേരി, എനിക്ക് പഠിച്ചൊരു സംഗീത കച്ചേരി നടത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി, ആ ഒരു വാശിയോടു കൂടി പഠിച്ചു. പിന്നെ വലിയ വേദികളിൽ പെരുമ്പാവൂർ സാറുമായിട്ടും പത്മനാഭ അയ്യർ സാറുമായിട്ടും ആ വേദി പങ്കിട്ട് അവർ ആ കച്ചേരികൾ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നത്, അത് ശരിക്കും പറഞ്ഞാൽ ഒരു രോമാഞ്ചത്തോടു കൂടിയാണ് ഞാനത് കേട്ടിരുന്നിട്ടുള്ളതും ആ സ്റ്റേജിൽ ഇരുന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ക്ലാസിക്കൽ സംഗീതത്തിൽ മാത്രം ചുവടുറപ്പിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. ആ സമയത്ത് ഹരേ കൃഷ്ണ എന്ന ഒരു കാസറ്റ് സാറ്, അപ്പോൾ എനിക്ക് ഈ ഗുരുക്കന്മാർ എന്ന് പറഞ്ഞത് ശരിക്കും എൻ്റെ സംഗീത ഗുരുക്കന്മാർ മാത്രമല്ല, എൻ്റെ ജീവിതത്തിലും അവർ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അവർ എനിക്ക് വേണ്ടി ഒരുപാട് നല്ല ഉപദേശങ്ങൾ തരികയും എന്നെ അതിൽ നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്ത് ശ്രീ ഉണ്ണിമേനോൻ്റെ ഒരു ഭക്തിഗാനം സാറ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഞാൻ അതുവരെ നമ്മുടെ സ്റ്റുഡിയോയിലൊന്നും റെക്കോർഡിങ്ങിനൊന്നും പോയിട്ടില്ല. അപ്പോൾ സാറിനും അതെനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കുമെന്ന് സാറ് മനസ്സിലാക്കി കാണുമായിരിക്കും. അപ്പോൾ അദ്ദേഹം ഹരേ കൃഷ്ണ എന്നുള്ള ഒരു കാസറ്റ് റിലീസ് ചെയ്തു. അതിൻ്റെ പാട്ടുകൾ 10 പാട്ടുകൾ, അതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് പെരുമ്പാവൂർ സാറാണ്. അപ്പോൾ സാറ് എൻ്റെ അടുത്ത് പറഞ്ഞു, മുരളിക്ക് ഒരു കാര്യം ചെയ്യാം, സ്റ്റുഡിയോയിൽ പാടാനൊരു അവസരം ഞാൻ റെഡിയാക്കി തരാം. ഒരു 3 പാട്ട് ഞാൻ എറണാകുളം ആലാപന സ്റ്റുഡിയോയിലായിരുന്നു ആ പാട്ടിൻ്റെ റെക്കോർഡിങ്. അതിൻ്റെ ഓർക്കസ്ട്രേഷൻ അന്നൊക്കെ ഇന്നത്തെ പോലെ ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചൊന്നും അല്ല എടുക്കുന്നത്, എല്ലാവരും ഉണ്ടാകും റെക്കോർഡിങ്ങിന്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ KS ഗോപാലകൃഷ്ണൻ സാറ് ഫ്ലൂട്ട്, R വെങ്കട്ടരാമൻ സാറ് വീണ, ഇങ്ങനെയുള്ള ഒരു ടീമിൻ്റെ കൂടെയാണ് പാടേണ്ടത്. അന്ന് പക്ഷേ സാറിൻ്റെയൊക്കെ ആ നിഴലിൽ ജീവിച്ചിരുന്നത് കൊണ്ടും പഠിച്ചത് കൊണ്ടും ഒരു ഭയം എന്നുള്ളത് മനസ്സിൽ ഇല്ല. കാര്യം സാറ് ഒക്കെ അവർ കൂടെ ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു ഇതിൽ. അങ്ങനെ ആ 3 പാട്ട് 10 പാട്ട് എന്നെ സാറ് പഠിപ്പിച്ചു. 10 പാട്ടാണ് ആ കാസറ്റിലുണ്ടായിരുന്നത്. അതിൽ 7 പാട്ട് പ്രൊഡ്യൂസറുടെ മകനാണ് ട്രാക്ക് പാടാൻ ഉദ്ദേശിച്ചിരുന്നത്. 3 പാട്ട് ട്രാക്ക് പാടാൻ എനിക്ക് സാർ അവസരം തന്നു. ഇവിടെ നിന്ന് അന്ന് ട്രെയിൻ യാത്ര ആദ്യമായിട്ട് ചെയ്യുന്നത് പെരുമ്പാവൂർ രവീന്ദ്രനാഥ് സാറിൻ്റെ കൂടെയാണ്. ആ ട്രെയിനിൽ ഒരുപാട് നമ്മുടെ കേരളത്തിലല്ല ഇന്ത്യയിലെ തന്നെ പ്രഗത്ഭന്മാരായ ഓർക്കസ്ട്രേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ KS ഗോപാലകൃഷ്ണൻ സാർ, R വെങ്കട്ടരാമൻ സാർ, ഇങ്ങനെയുള്ള നമ്മളെല്ലാവരും കൂടെ ആയിരുന്നു യാത്ര. ഒരു പുതിയ അനുഭവമായിരുന്നു. എറണാകുളത്ത് പോയി റൂമെടുത്ത് പിറ്റേ ദിവസം 8 മണി മുതൽ വൈകിട്ട് 8 മണി വരെയാണ് റെക്കോർഡിംഗ് നിശ്ചയിച്ചിരുന്നത്. അങ്ങനെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലെത്തി. രാവിലെ ആദ്യത്തെ പാട്ട് എൻ്റേത് തന്നെ എടുക്കാൻ എല്ലാം ഓർക്കസ്ട്രേഷൻ എല്ലാം റെഡിയായി. സ്റ്റുഡിയോയിൽ കയറി. സാർ എൻ്റെ കൂടെ സ്റ്റുഡിയോയിൽ വന്നു. പേടിയുണ്ടോ എന്ന് ചോദിച്ചു. എൻ്റെ കൂടെ നിന്നു. എന്തായാലും പാടി പെട്ടെന്ന് തന്നെ ഒരു മണിക്കൂറിനുള്ളിൽ 3 പാട്ടുകൾ എൻ്റെ അത് പൂർത്തിയായി. അതിനുശേഷം പിന്നെ 7 പാട്ടുകൾ പ്രൊഡ്യൂസറുടെ മകന് വേണ്ടി മാറ്റിവെച്ചു. അദ്ദേഹം പാടി തുടങ്ങി. ഞാൻ പക്കമേളത്ത് അവരുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. പാടിത്തുടങ്ങിയ ഒരു 2 മണിയായിട്ടും അദ്ദേഹം പാടുമ്പോൾ താളമൊക്കെ ചെറിയൊരു പിശക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഓർക്കസ്ട്രേഷനുമായിട്ട് ലിങ്ക് ആവുന്നില്ല. അപ്പോൾ സാറ് ആദ്യമേ ആ 10 പാട്ടും എന്നെ പഠിപ്പിച്ചിരുന്നു. അത് ഒരു 2 മണി 3 മണിയായിട്ടും അത് പൂർണ്ണതയിലെത്താത്തത് കൊണ്ട് അവർ ഒരു അവസരം എനിക്ക് തന്നു. ഒന്ന് പാടി നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കയറി പാടി. എന്തായാലും എൻ്റെ ഗുരുക്കന്മാരുടെ പുണ്യം കൊണ്ടായിരിക്കാം ആ 10 പാട്ടും എനിക്ക് തന്നെ സ്റ്റുഡിയോയിൽ പാടാൻ സാധിച്ചു. വിചാരിച്ച് അവർ 8 മണിക്കുള്ളിൽ റെക്കോർഡിംഗ് പൂർത്തിയാക്കി 9 ട്രെയിനിൽ തിരിച്ചു വന്ന് എല്ലാവരും ഒരു അനുഗ്രഹം, എല്ലാ ഗുരുക്കന്മാരിൽ നിന്നും ഒരു അനുഗ്രഹം കിട്ടി. ഞാൻ വീട്ടിലേക്ക് വന്നു. 1500 രൂപ അന്ന് എനിക്ക് വലിയൊരു എൻ്റെ ജീവിതത്തിൽ ആദ്യമായി കിട്ടിയ വലിയൊരു പ്രതിഫലമാണ് ഈ 10 പാട്ടുകൾ റെക്കോർഡ് ചെയ്തത്.
ആ ആ ഭജനം ചെയ്വിൻ കൃഷ്ണപാദം, ഭജനം ചെയ്വിൻ കൃഷ്ണപാദം, സദാ 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 ഭജനം ചെയ്വിൻ കൃഷ്ണപാദം, കൃഷ്ണപാദം. ഭാരതീയ സംഗീതം രണ്ടായിട്ട് കണക്കാക്കപ്പെടുന്നു. ഒന്ന് ഉത്തരേന്ത്യൻ സംഗീതം, ദക്ഷിണേന്ത്യൻ സംഗീതം, അതായത് ഹിന്ദുസ്ഥാനി സംഗീതവും കർണാടക സംഗീതവും. കർണാടക സംഗീതം പിതാമഹനായി കണക്കാക്കപ്പെടുന്നത് ശ്രീ പുരന്ദരദാസരെയാണ്. AD 16 ശതകത്തിൽ ജീവിച്ചിരുന്ന അദ്ദേഹമാണ് കർണാടക സംഗീതത്തിന് ഒരു സ്വരാവലികളിലൂടെ ഒരു പാഠ്യപദ്ധതി കൊണ്ടുവന്നത്. 17 ശതകത്തിൽ ജീവിച്ചിരുന്ന ശ്രീ വെങ്കിടമഖി അദ്ദേഹത്തിൻ്റെ 72 മേളകർത്താ പദ്ധതി ഉൾപ്പെട്ടതാണ് നമ്മുടെ കർണാടക സംഗീതത്തിൻ്റെ മെയിനായിട്ടുള്ള പാഠം. അതിൽ കൂടി ഈ 72 മേളകർത്ത രാഗങ്ങളിൽ നിന്ന് നിരവധി ജന്യരാഗങ്ങൾ ജനിച്ചിട്ടുണ്ട്. ഹിന്ദുസ്ഥാനി സംഗീതം രണ്ടും ഒന്ന് തന്നെയാണ് എങ്കിലും നമ്മുടെ സ്വരങ്ങൾ പ്രയോഗിക്കുന്നതിൽ ഒരുപാട് വ്യത്യാസം രണ്ട് സംഗീതത്തിലും നിലനിൽക്കുന്നു. കീർത്തനങ്ങൾ ആലപിക്കുമ്പോൾ അതിൽ ഭക്തിയാണ് ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത്. ഭക്തി സംഗീതം ഇത് രണ്ടല്ല, രണ്ടും ഒന്നാണ് എന്ന് കണക്കാക്കപ്പെടുന്നു. അപ്പോൾ നമ്മൾ കീർത്തനങ്ങൾ ആലപിക്കുമ്പോൾ അതിൽ സ്വരങ്ങൾ ഗമക പ്രയോഗവും തിങ്സുമൊക്കെ കൊടുത്ത് ഭംഗിയോടുകൂടി നമ്മൾ അതിലെ സംഗതികൾ പാടുന്നു. കാരണം സോപാന സംഗീതം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ വരികൾ അഭിനയിക്കുന്ന ഭാവത്തിനനുസരിച്ച് ആ സംഗീതത്തെ നിലനിർത്തി പാടുന്നതാണ് സോപാന സംഗീതം. ഇപ്പോൾ നാടൻപാട്ട് കർണാടക സംഗീതത്തിൻ്റെ ഉത്ഭവത്തിന് മുന്നേ തന്നെ നാടൻപാട്ട് നിലനിന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഓരോ ദേശത്തിനും അതിൻ്റേതായ തനതായ നാടൻ പാട്ടുകൾ നേരത്തെ തന്നെ നിലനിന്നിരുന്നു. പണ്ട് കലാരൂപങ്ങൾ എല്ലാം നിലനിന്നിരുന്നത് രാജകൊട്ടാരങ്ങളിലും സമീന്ദാർമാരുടെ ഗൃഹങ്ങളിലുമൊക്കെ ആയിരുന്നു. അവിടെ നിന്നാണ് നമ്മുടെ കലകളുടെ തുടക്കം എന്ന് പറയപ്പെടുന്നു. അതിൻ്റെ പുരോഗമനം, അതായത് പിന്നീട് അത് പുരോഗമിച്ചാണ് നമ്മുടെ കർണാടക സംഗീതം ഇത്രയും ഔന്നത്യത്തിൽ എത്തിച്ചേർന്നത്. അപ്പോൾ സംഗീതത്തിൻ്റെ ശാഖ പ്രധാനമായും പറയുമ്പോൾ ഇത് രണ്ടാണ്. ഭാരതീയ സംഗീതം നിലനിൽക്കുന്നത് ഒന്ന് ഹിന്ദുസ്ഥാനി സംഗീതത്തിലൂടെയും ഒന്ന് കർണാടക സംഗീതത്തിലൂടെയും. കർണാടക സംഗീതത്തിൽ നമ്മൾ സ്വരങ്ങൾക്ക് നിശ്ചിതമായ ഓരോ രാഗങ്ങൾക്കും കണക്കാക്കി 7 സ്വരങ്ങൾ, ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ധൈവതം, നിഷാദം, ഈ 7 സ്വരങ്ങൾ നിലനിർത്തിക്കൊണ്ട് അതിന് പല വകഭേദങ്ങൾ കൊടുത്താണ് ഓരോ രാഗങ്ങളും സൃഷ്ടിച്ചിട്ടുള്ളത്. ഹിന്ദുസ്ഥാനിയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ കർണാടക സംഗീതത്തിൻ്റെ അത്രയും രാഗങ്ങൾ അതിൽ നിലനിൽക്കുന്നില്ല. അത് ഒരു രാഗം എടുത്താൽ അതിൽ ഒരുപാട് അന്യ സ്വരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരുടേതായ രീതിയിൽ ചിട്ടപ്പെടുത്തി പാടുന്നു. കർണാടക സംഗീതത്തിൽ കൃത്യമായിട്ടും അതിനൊരു ചിട്ടയുണ്ട്. അതായത് നമ്മൾ പാടുന്നത് ആ രാഗം, താളം, അതുപോലെ തന്നെ എവിടെയൊക്കെയാണ് ഗമകം കൊടുക്കേണ്ടത്, ഏതൊക്കെ സ്വരങ്ങളാണ് ആ രാഗത്തിലുള്ളത്, ആ രാഗത്തിൻ്റെ സ്വരങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രയോഗിക്കുന്നത് എന്നുള്ള രീതിക്ക് കൃത്യമായ ഒരു നിഷ്ഠയോടുകൂടിയാണ് കർണാടക സംഗീതം ആലപിക്കപ്പെടുന്നത്. ഏതൊരു വിഷയവും നാം പഠിക്കുമ്പോൾ അതിൽ പൂർണ്ണത നേടണമെങ്കിൽ ആ വിഷയത്തിൻ്റെ ചരിത്രവും തത്വശാസ്ത്രവുമൊക്കെ അറിഞ്ഞിരിക്കണം.
ഞാൻ നന്നായി പാടുന്നുണ്ട്, പിന്നെന്ത് വേണം എന്നുള്ള ചിന്താഗതി ഒരു സംഗീത വിദ്യാർത്ഥിയിലും വരാൻ പാടില്ല. നിർഭാഗ്യവശാൽ ഇന്ന് കൂടുതലും അങ്ങനെയുള്ള ആൾക്കാരെയാണ് നാം കാണാറുള്ളത്. കർണാടക സംഗീതത്തിൻ്റെ ഭാവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തീർത്തും ഇപ്പോൾ ഒന്നും പുതുതായി സൃഷ്ടിക്കപ്പെടുന്നില്ല. ആചാര്യന്മാരെല്ലാവരും മൺമറഞ്ഞ് പലരും ഇപ്പോൾ പുതുതായിട്ട് ഒന്നും സൃഷ്ടിക്കപ്പെടുന്നില്ല. ഇപ്പോൾ കച്ചേരികൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. പണ്ട് നമ്മുടെ ഈ കല്ലറ പരിസരത്ത് തന്നെ, നമ്മുടെ നാട്ടിൽ തന്നെ എത്ര കച്ചേരികളായിരുന്നു ഉത്സവങ്ങൾക്ക് നടന്നിരുന്നത്. എത്രയെത്ര വലിയ വലിയ ആർട്ടിസ്റ്റുകളെ നമുക്ക് നേരിട്ട് കാണാനും അവരുടെ ആ സംഗീതം ആസ്വദിക്കാനും കഴിഞ്ഞിരുന്നു. ഇന്ന് നിർഭാഗ്യവശാൽ നമുക്കതിന് സാധിക്കുന്നില്ല. അത് തീർത്ത് പറയുകയാണെങ്കിൽ അത് പരാജയം തന്നെയാണ്. ഈ ഫീൽഡിൽ പുതുതായി ആരും ഒന്നും പഠിക്കുന്നില്ല. പഠിക്കാത്തതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഉപജീവന മാർഗമാക്കി മാറ്റാൻ ആർക്കും കഴിയില്ല. അതിനുള്ള സാഹചര്യങ്ങളില്ല. പണ്ടൊക്കെ പഠിച്ച് ഗാനഭൂഷണം കഴിഞ്ഞാൽ ഒരു ജോലി, സംഗീത അധ്യാപകനായി ഏതെങ്കിലും സ്കൂളിൽ നമുക്ക് ജോലി നേടി ആ ഉപജീവന മാർഗത്തോടൊപ്പം ആ കലയെ വളർത്താനും നമുക്ക് കഴിഞ്ഞിരുന്നു. ഇന്ന് അതിന് യാതൊരു സാധ്യതയുമില്ല. അപ്പോൾ എല്ലാവരും എന്താണ്, പെട്ടെന്ന് ഇപ്പോൾ ഒരു സിനിമയിൽ ഒരു 4 വരി പാടിക്കഴിഞ്ഞാൽ പ്രശസ്തമായി അതിൽ കൂടെ കുറച്ച് ഗാനമേളകൾ അല്ലെങ്കിൽ കുറച്ച് പ്രോഗ്രാംസ് ചെയ്യാം എന്നുള്ള ആ ചിന്താഗതിയിൽ കൂടെയൊക്കെ ആണ് ജീവിക്കുന്നത്. അന്ന് ആധികാരികമായിട്ട് കല പഠിച്ച് വളർന്ന് ഇന്ന് പല പദവിയിലും ഇരിക്കുന്നവർ, അവരുടെയൊക്കെ വീടുകൾ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും വളരെ ശോചനീയമാണ്. എനിക്ക് നേരിട്ടറിയാമെന്നുള്ള ഒരുപാട് കലാകാരന്മാരുണ്ട്. ഈ കൊറോണ സമയത്ത് എത്ര കലാ കുടുംബങ്ങളാണ്, കല ഉപാസിച്ചിരുന്ന കുടുംബങ്ങളാണ് പട്ടിണിയും ദാരിദ്ര്യവുമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് കലാകാരൻ്റെ അവസ്ഥ അതാണ്. അതുകൊണ്ടും കൂടിയാണ് ഈ കലാരൂപത്തിലേക്ക് പുതുതായി ആൾക്കാർ വരാൻ മടിക്കുന്നതും. പെട്ടെന്ന് ഒരു പേരും പ്രശസ്തിയും വരണമെങ്കിൽ അത് ലളിത സംഗീതത്തിൽ കൂടി മാത്രമേ കഴിയൂ. അത് ആകുമ്പോൾ പലരും ശ്രദ്ധിക്കപ്പെടും. ഇന്ന് കർണാടക സംഗീതം കേൾക്കാനില്ല, അത് അവതരിപ്പിക്കുവാനുള്ള വേദികൾ ആർക്കും സൃഷ്ടിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് ഭാവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് പരാജയം തന്നെയാണ്. നമ്മുടെ ഇഷ്ടപ്പെട്ട കീർത്തനങ്ങൾ ഒരുപാടാണ്. ഓരോ കീർത്തനങ്ങളും അതിൻ്റെ ആധികാരികമായിട്ട് പഠിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു അനുഭവം, അപ്പോൾ ഒന്നും നമുക്ക് ഇപ്പോൾ ഓരോ പാഠങ്ങൾ അധ്യാപകർ എടുക്കുമ്പോഴത്തേക്കും, ഇപ്പോൾ വാതാപി എടുക്കുമ്പോൾ നമുക്ക് തോന്നും അതാണ് ഏറ്റവും ഉന്നതമായ കീർത്തനം. അടുത്ത വേറൊരു കീർത്തനം എടുക്കുമ്പോൾ തോന്നും അതല്ല ഇതാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ സംഗീതത്തിൻ്റെ ഒരു മാസ്മരികമായ ലോകം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടത് എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് നമുക്ക് ഒരു കീർത്തനത്തിൻ്റെ പേരൊരിക്കലും പറയാൻ പറ്റില്ല. എന്നാലും ചിലർക്ക് ചിലതിനോടൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് കൂടുതൽ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുള്ള രാഗം മോഹനമാണ്. മോഹനത്തിലെ കുറേ കീർത്തനങ്ങൾ ഞാൻ പാടാറുണ്ടായിരുന്നു കച്ചേരികൾക്ക്. പക്ഷേ ഇഷ്ടപ്പെട്ട കീർത്തനം ഏതെന്ന് ചോദിച്ചാൽ നഗമോ ആണ് ഞാൻ കൂടുതലും പാടിയിട്ടുള്ളത്. എന്നാൽ മറ്റ് കീർത്തനങ്ങളുടെ ഒരു ഇഷ്ടക്കുറവുമില്ല. പറ്റുന്ന പോലെയൊക്കെ എല്ലാ കീർത്തനങ്ങളും പാടാറുണ്ട്, കേൾക്കാറുണ്ട്. മറ്റുള്ളവർക്ക് പാടി കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സുഖമൊന്ന് വേറെയാണ്. നമ്മൾ പാടുന്നേക്കാളൊക്കെ എത്രയോ ഇരട്ടിയായിട്ട് പാടുന്ന ആചാര്യന്മാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവരുടെയൊക്കെ കേൾക്കുമ്പോൾ കേൾക്കാൻ ഏറ്റവും കേട്ടിരിക്കാൻ സുഖം തോന്നിയിട്ടുള്ള കീർത്തനം നഗമോ എന്ന് പറഞ്ഞു ത്യാഗരാജസ്വാമികളുടെ ആഭേരി രാഗത്തിലുള്ള കീർത്തനമാണ്. സ്വാഗതം കൃഷ്ണ, സ്വാഗതം കൃഷ്ണ, ശരണാഗതം കൃഷ്ണ, സ്വാഗതം കൃഷ്ണ, ശരണാഗതം കൃഷ്ണ. മധുരാപുരി സദന മൃദുവദന മധുസൂദനായിക സ്വാഗതം കൃഷ്ണ, ശരണാഗതം കൃഷ്ണ. മധുരാപുരി സദന മൃദുവദന മധുസൂദനായിക സ്വാഗതം കൃഷ്ണ, ശരണാഗതം കൃഷ്ണ. മധുരാപുരി സദന മൃദുവദന മധുസൂദനായിക സ്വാഗതം കൃഷ്ണ. ഹരേ ഇതിനിടയിൽ എൻ്റെ വിവാഹം കഴിഞ്ഞു.
അപ്പോൾ ഈ സംഗീതം മാത്രം ഉപാസിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ജീവിതം ബുദ്ധിമുട്ടാകും എന്നുള്ളത് മനസ്സിലാക്കി അങ്ങനെ പെരുമ്പാവൂർ സാറ് പറഞ്ഞു, കുറച്ച് ട്യൂഷൻ എടുത്ത് തുടങ്ങിക്കോ, ഞാൻ അതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാം, അപ്പോൾ അതിൽ കൂടെ ഒരു വരുമാനം ഉണ്ടാകുമല്ലോ. അങ്ങനെ സാറിൻ്റെ അനുവാദത്തോടു കൂടി ട്യൂഷൻ എടുക്കാൻ തുടങ്ങി. അപ്പോൾ ട്യൂഷൻ എടുക്കുമ്പോൾ എന്താണ്, നമ്മുടെ മുന്നിലിരിക്കുന്ന പഠിക്കാൻ വന്നിരിക്കുന്ന കുട്ടിക്ക് അവരുടെ സംശയം ദൂരീകരിക്കുന്ന ആളാണ് ഗുരുക്കന്മാർ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനുവേണ്ടി വീണ്ടും കൂടുതൽ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ സംഗീതത്തിലേക്ക് കൂടുതൽ അടുക്കുകയായിരുന്നു. ഒടുവിൽ ജീവിതമാർഗം വിവാഹം കഴിഞ്ഞപ്പോൾ അതൊന്നും കൊണ്ട് നമ്മുടെ ആ ഒരു ജീവിതത്തിലേക്ക് നമുക്കൊരു നേട്ടം ഉണ്ടാകുമെന്ന് തോന്നിയില്ല. അപ്പോഴാണ് ഒരു വിദേശത്തേക്കൊരു യാത്രയ്ക്കുള്ള ഒരു ഓഫർ വരുന്നത്. എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. അവർ നിർബന്ധിച്ചു. ആ സമയത്ത് ഒരുപാട് പ്രോഗ്രാംസൊക്കെ ചെയ്യണമുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് സമ്പാദ്യം എന്ന് പറയാൻ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല. അങ്ങനെ ഞാൻ വിദേശത്തേക്ക് പോവുകയായിരുന്നു. 5 വർഷം അവിടെ ക്ലാസ്സൊക്കെ എടുക്കാം അവിടെ എന്നുള്ള രീതിക്കാണ് പോയത്. പക്ഷേ അതിനൊന്നും സാധിച്ചില്ല. അവിടെ അതിനുള്ള സാഹചര്യമില്ലായിരുന്നു. ഞാൻ വേറൊരു ജോലിയിൽ പ്രവേശിച്ചു. 5 വർഷത്തോളം അവിടെ. പക്ഷേ ഇന്ന് ഞാൻ ഓർക്കുന്നു, ഞാൻ ആ പോകുന്ന സമയം എൻ്റെ ഗുരുനാഥൻ ശ്രീ പെരുമ്പാവൂർ രവീന്ദ്രനാഥ് സാർ, അദ്ദേഹം കച്ചേരിക്ക് കൊണ്ടുപോയി പാടിക്കൊണ്ടിരുന്ന ശ്രുതി ബോക്സ് പൂജാമുറിയിൽ വെച്ച് എനിക്കെടുത്ത് തരികയും, എവിടെ ചെന്നാലും നീ സംഗീതം ഉപേക്ഷിക്കരുത്, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം, ഇത്തിരി എന്തെങ്കിലുമൊക്കെ ഒരു സമ്പാദ്യം ഉണ്ടാക്കി തിരിച്ചു വന്ന് വീണ്ടും ഇതിൽ തുടരണം എന്ന് പറഞ്ഞ് അദ്ദേഹം എനിക്ക് ആ തമ്പുരു എന്നെ ആ ശ്രുതി ബോക്സ് എനിക്ക് തന്നത് ഇന്നും ഞാൻ വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടു കൂടിയും ഞാൻ ഓർക്കുന്ന ഒരു കാര്യമാണ്. അത് കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്നു. ഗൾഫിലായിരുന്നു പോയത്. തിരിച്ച് നാട്ടിൽ വന്നിട്ട് വീണ്ടും യുഗാണ്ടയ്ക്ക് പോയി. അവിടെയും കുറേ നാൾ ഫാമിലിയായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 15 വർഷത്തോളം സംഗീതവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ജീവിത മാർഗം എനിക്ക് സ്വീകരിക്കേണ്ടി വന്നു. അതിൻ്റെ കാരണം എൻ്റെ കുടുംബം നിലനിർത്താൻ വേണ്ടിയിട്ട്. സംഗീതവുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ലായിരുന്നു. വളരെ മനോവിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്, ഉണ്ടായ ഒരു കാലഘട്ടവുമാണത്. തിരിച്ച് നാട്ടിൽ വന്ന് പിന്നെ ഇത് ഒന്നേന്ന് തുടങ്ങാൻ ഞാനെല്ലാം ഉപേക്ഷിച്ച് അവിടെ നിന്നെല്ലാം വിട്ട് നാട്ടിൽ വന്നു. അതിനുശേഷം പുതുതായി സംഗീതം തുടങ്ങുക എന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമായിരുന്നില്ല. മറ്റത് നിരന്തരം എല്ലാ ദിവസവും ഒരു 3 മണിക്കൂർ വെച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് പാടാൻ പിന്നെ ഈ 10-15 വർഷത്തെ ആ ഒരു ഗ്യാപ്പ് വന്നതിൽ പിന്നെ എനിക്ക് സംഗീതം എനിക്ക് വഴങ്ങില്ല എന്ന് തന്നെ ഞാൻ പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിച്ചു. പിന്നെ ഞാൻ അതിന് ശ്രമിക്കാൻ പോയില്ല. പക്ഷേ എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ ഡോക്ടർ ലതയുടെ ഒരേ ഒരു പ്രേരണ, ഇനിയും പാടണം എന്നുള്ള ആ ഒരേ പ്രേരണയാൽ ഞാൻ പറയും എനിക്ക് ഇനി പറ്റില്ല. പക്ഷേ അവൾ പോയിട്ട് എൻ്റെ വൈഫ് പോയി ഒരു ഹാർമോണിയം വാങ്ങിയിട്ട് വന്നു. അതിൽ വീണ്ടും പാടാൻ പറഞ്ഞു. നാട്ടിലുണ്ടെന്നറിഞ്ഞിട്ട് ഒരു കച്ചേരിക്ക് ഒരു ക്ഷേത്രത്തിൽ നിന്ന്, ഇവിടെ മഹാദേവി വെച്ച ക്ഷേത്രത്തിൽ നിന്ന് ഒരു കച്ചേരി ചെയ്യാൻ വേണ്ടി ഒരു ഓഫറും വന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു, എന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ള ഇതിൽ ഈ ഹാർമോണിയം വെച്ച് വീണ്ടും പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ആ കച്ചേരി ഞാൻ പാടി. അവിടെ നിന്ന് പിന്നെ എൻ്റെ പൂർണ്ണ സപ്പോർട്ട് ചെയ്തത് ഇതുവരെയും എന്നോടൊപ്പം തന്നെ ഉണ്ട്. എൻ്റെ എല്ലാ സംഗീതത്തിനും അതിനുശേഷം ഒരു സെക്കൻഡ് ചാൻസിൽ ഞാൻ തുടങ്ങിയ ഈ സംഗീതം നിലനിർത്താൻ ഇന്നും എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് എൻ്റെ ഭാര്യ ഡോക്ടർ ലതയും എൻ്റെ 2 മക്കൾ ഡോക്ടർ ഗായത്രിയും ഗോപികയുമാണ്. അവർ ഫുൾ സപ്പോർട്ട് തന്ന എപ്പോഴും എൻ്റെ കൂടെയുണ്ട് എല്ലാ കാര്യത്തിനും. ഞാനിപ്പോൾ സംഗീതമായിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്നെ എന്തെങ്കിലും രീതിയിൽ ഡിസ്റ്റർബ് ചെയ്യാനോ ഒന്നും അവർ വരാറില്ല. ഞാൻ ഈ പ്രാക്ടീസ് ചെയ്യാത്തതിനാണ് അവർക്ക് വിഷമം വരുന്നത്. അപ്പോൾ അത് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. കാര്യം ഇത് ഇപ്പോഴും എനിക്കിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് എൻ്റെ കുടുംബത്തിൻ്റെ ആ അവരുടെ ഒരു പൂർണ്ണ സഹകരണം കൊണ്ട് മാത്രമാണ്. നമ്മുടെ സംഗീത ആചാര്യന്മാരെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് നമ്മുടെ സ്വാതി തിരുനാൾ മഹാരാജാവിനെ കുറിച്ചാണ്. അദ്ദേഹം 34 വർഷമേ ജീവിച്ചിരുന്നുള്ളൂ എങ്കിലും അദ്ദേഹം ധാരാളം കീർത്തനങ്ങൾ രചിച്ചിരുന്നു. ഒരുപാട് കീർത്തനങ്ങൾ, പ്രശസ്തമായ ഒരുപാട് കീർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇന്നും നമ്മുടെ തലമുറകൾ പാടി പോരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിന് അവകാശപ്പെടാമെന്നുള്ള ഏറ്റവും വലിയൊരു സംഗീത മഹാനായിരുന്നു അദ്ദേഹം. പത്മനാഭദാസനായിരുന്നു. എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് അറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട്, ഒരു കീർത്തനത്തിൻ്റെ 4 വരിയെങ്കിലും പാടാതെ പോകുന്നത് ഔചിത്യമല്ല.
कृपया पालय शौर्ये, कृपया पालय शौर्ये, कृपया पालय शौर्ये, करुणारसावासा, कृपया पालय शौर्ये, करुणारसावासा, कृपया पालय शौर्ये, करुणारसावासा, कलुषार्दि श्रीराम, कृपया पालय शौर्ये. എൻ്റെ ഒരു ചെറിയ ആഗ്രഹമാണ്, ഇതൊരു ഗ്രാമപ്രദേശമാണ്, നമുക്കിവിടെ ആ ഒരു കലാസ്വാദകർ ഒരുപാടുള്ള ഒരു നാടാണ്. അപ്പോൾ അവർക്ക് വേണ്ടെന്നുള്ള ഒരു കല ആസ്വദിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഞാനും എൻ്റെ കുറച്ച് ശിഷ്യരും ചേർന്നിട്ട് ഒരു സംഗീത സഭ കല്ലറയിൽ രൂപീകരിച്ചു. വിജയ സരസ്വതി എന്ന പേരുമിട്ട് ഞങ്ങൾ വിജയകരമായി 9 കച്ചേരികൾ, പ്രശസ്തരുടെ 9 കച്ചേരികൾ കല്ലറ നമ്മൾ നടത്തുകയുണ്ടായി. അതിലാദ്യമായിട്ട് എൻ്റെ ഗുരുധിഷ്ഠന എന്നുള്ള രീതിക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറിൻ്റെ കച്ചേരിയായിരുന്നു ആദ്യം കല്ലറയിൽ നടത്തിയത്. ഒരുപാട് ജനങ്ങൾ തടിച്ചുകൂടിയിരുന്നു എൻ്റെ ഗുരുനാഥൻ്റെ കച്ചേരി കേൾക്കാൻ. എൻ്റെ ഒരു ഗുരുദക്ഷിണയായിട്ടാണ് ഞാൻ അതിനെ കണ്ടിരുന്നത്. ഈ വരുന്ന പക്കമേളക്കാരും എൻ്റെ ഗുരുനാഥനും അന്ന് എൻ്റെ ഈ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അതിനുശേഷം വൈകിട്ട് കച്ചേരിക്ക് പോയി. കച്ചേരി കഴിഞ്ഞ് കല്ലറ അന്ന് ലൈസിയം എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ടായിരുന്നു, അവിടെ വെച്ചായിരുന്നു കച്ചേരി. എല്ലാ പ്രതിമാസങ്ങളിലുമാണ് നമ്മൾ ഈ കച്ചേരികൾ സംഘടിപ്പിച്ചിരുന്നത്. അതിന് പ്രത്യേകിച്ച് നമ്മളൊരു പിരിവൊന്നും എടുത്തിരുന്നില്ല. ഇതിൽ അന്ന് 100 രൂപ മെമ്പർഷിപ്പിൽ 250 മെമ്പേഴ്സിനെ നമ്മൾ ചേർത്തിരുന്നു. അന്ന് കല ആസ്വദിക്കാൻ ഒരുപാട് ആൾക്കാർ മുന്നോട്ട് വന്നിരുന്ന ഒരു സമയമാണ്. രണ്ടാമത്തെ കച്ചേരി, രണ്ടാമത്തെ മാസം വെച്ചത് എൻ്റെ അടുത്ത ഗുരുനാഥൻ ശ്രീ പാർവതിപുരം എച്ച് പത്മനാഭ അയ്യർ സാർ എന്നെയായിരുന്നു വിളിച്ചുകൊണ്ട് വന്നത്. സാറിൻ്റെ സ്കൂളിൽ വെച്ച്, കല്ലറ സ്കൂളിൽ വെച്ചായിരുന്നു സാറിൻ്റെ കച്ചേരി. വളരെ മനോഹരമായി ഒരുപാട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സാർ അന്ന് പാടി വളരെ വിജയകരമായി രണ്ടാമത്തെ വേദിയും കഴിഞ്ഞു. മൂന്നാമത് കൊണ്ടുവന്നത് പ്രണവം ശ്രീ ശങ്കരൻ നമ്പൂതിരിയായിരുന്നു. അത് കഴിഞ്ഞ് മധുരൈ GS മണി സാർ. ഇങ്ങനെ പ്രശസ്തരായ 9 കച്ചേരികൾ ഇവിടെ നടത്തുകയുണ്ടായി. ആ നടത്തിയതിന് ശേഷം ഞാൻ വീണ്ടും എനിക്ക് വിദേശത്തേക്കൊരു യാത്ര വേണ്ടി വന്നു. ആ സമയം ഇത് വീണ്ടും മുടങ്ങി. ഇപ്പം ഞാൻ നാട്ടിൽ വന്ന് ഞാൻ സെറ്റിലായിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി, ഇപ്പോൾ ഏകദേശം ഒരു 50ഓളം കുട്ടികൾ എൻ്റെ അടുത്ത് സംഗീതം പഠിക്കുന്നുണ്ട്. അത് അന്ന് 10-20 വർഷത്തോളം ഞാൻ ഉപാസിച്ച കല, അതിനെ എനിക്ക് വീണ്ടും ഓർത്തെടുക്കുവാൻ പറ്റിയ ഒരു ഇതായിട്ടാണ് ഞാനിപ്പോൾ ഈ ക്ലാസ്സിനെ കാണുന്നത്. കാര്യം ഈ 50 കുട്ടികളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അവർ വന്ന് പഠിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ അതിൽ പലരും നന്നായിട്ട് പാടുന്ന കുട്ടികളാണ്. പക്ഷേ അവർക്കും എന്താണ്, നമ്മുടെ വേദികളില്ല. അത് തന്നെയാണ്, ഉയരങ്ങളിൽ നിൽക്കുന്നവർക്ക് എപ്പോഴും അവർക്ക് വേദികളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മുന്നോട്ട് പോകുവാനുള്ള ഒരു വഴി ഒരുക്കും അല്ലെങ്കിൽ ഒരുങ്ങും. പക്ഷേ ഈ സാധാരണപ്പെട്ട ഈ കുട്ടികൾ, നന്നായിട്ട് പാടുന്ന കുട്ടികൾക്ക് വേദികളില്ല. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫാമിലി മ്യൂസിക് ക്ലബ്ബ് കല്ലറയിൽ തുടങ്ങി. 2023 ഫെബ്രുവരി 19-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത്. 46 കുടുംബങ്ങളെ വെച്ചാണ്. ഈ 46 കുടുംബങ്ങളും ശരിക്കും പറയണമെങ്കിൽ അതിൽ ഭൂരിഭാഗവും എൻ്റെ കുട്ടികളുടെ, ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളുടെ കുടുംബങ്ങൾ തന്നെയായിരുന്നു. അവർക്ക് വേദി സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് തുടങ്ങി. എല്ലാ മാസങ്ങളിലും, അത് കർണാടക സംഗീതം മാത്രമല്ല, എല്ലാ കലകളും. കാര്യം നമ്മുടെ ഒരു ഗ്രാമപ്രദേശമാണ്. ഇപ്പോൾ കർണാടക സംഗീതം മാത്രം ആസ്വദിച്ചാൽ പോരെ, എല്ലാ കലകളും ആസ്വദിക്കണം. അതിന് വേണ്ടിയിട്ട് ഞങ്ങളത് തുടങ്ങി. കിളിമാനൂർ കൊട്ടാരത്തിലെ ബഹുമാനപ്പെട്ട ശ്രീ രാമവർമ്മ തമ്പുരാൻ എൻ്റെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തു. എൻ്റെ 2 ഗുരുനാഥന്മാരുടെ പേരിലാണ് ഞാനിത് തുടങ്ങിയത്. ശ്രീ പെരുമ്പാവൂർ രവീന്ദ്രൻ സാറിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ പറഞ്ഞു നീ ധൈര്യമായിട്ട് തുടങ്ങും,
ഞാനുണ്ട്, അതിൻ്റെ രക്ഷാധികാരിയായിട്ട് എന്നെ തന്നെ വെച്ചോ എന്ന് പറഞ്ഞു. സാറിൻ്റെ പേര് വെച്ചു. രണ്ടാമതായി ഏരി സാറിനെ വിളിച്ചു. പത്മനാഭ സാറും പറഞ്ഞു, മുരളി എന്താണെങ്കിലും ചെയ്യണം, നല്ലൊരു കാര്യമാണ്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴേ നമുക്ക് എന്തെങ്കിലും സംഗീതത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു നല്ല പ്രവൃത്തി എപ്പോഴും നന്നായിരിക്കട്ടെ, എന്നെ ഈ രക്ഷാധികാരിയായി വെച്ചു തന്നു. അപ്പോൾ ഈ രണ്ട് പേരും എൻ്റെ ഇടവും വലവും ഉള്ളപ്പോൾ എനിക്ക് പിന്നെ ഒന്നും തിരിഞ്ഞു നോക്കാനല്ല, ഞാൻ തുടങ്ങി. എല്ലാ മാസങ്ങളിലും ഞങ്ങൾ വളരെ നല്ല രീതിക്ക് ഞങ്ങൾ ഇതേപോലെ ഒത്തുകൂടാൻ തുടങ്ങി. ഇപ്പോൾ ഏകദേശം 70 കുടുംബങ്ങളോളം ഈ ഫാമിലിയിലുണ്ട്. ഈ കഴിഞ്ഞ മാസം നടന്ന നവരാത്രി നമ്മൾ 6-ാം തീയതി, ഒക്ടോബർ 6-ാം തീയതി MFM ക്ലബ്ബ്, മോഹനം ഫാമിലി മ്യൂസിക് ക്ലബ്ബ് എന്ന് പേരിട്ടത് തന്നെ എനിക്ക് ആ മോഹനത്തോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് തന്നെയാണ്. MFM എന്ന് ചുരുക്കി പറയും. പക്ഷേ അത് ഇപ്പോൾ വളരെ നല്ല രീതിക്ക് നമ്മൾ ഫാമിലികളെല്ലാവരും കൂടി മാസത്തിലൊരിക്കൽ കൂടുന്നുണ്ട്. ഇത് എല്ലാവർക്കും പാടാനുള്ള പ്രായഭേദമന്യേ, കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ, പാടാൻ ആഗ്രഹമുള്ള ആർക്കും ഇതിൽ ക്ലബിൽ മെമ്പറായിട്ടുള്ളവർക്ക് അത് പാടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ വേദികൾ ഒരുക്കാറുള്ളത്. എൻ്റെ ഇനി മുന്നിലോട്ടുള്ള എൻ്റെ ശരിക്കും പറഞ്ഞാൽ ആഗ്രഹവും ഈ കർണാടക സംഗീത കല ഇനി ആ പണ്ടത്തതുപോലെ അത് പുഷ്ടി പ്രാപിച്ച് മുന്നോട്ട് വരട്ടെ എന്നും അത് ആസ്വദിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്നും ഇത്രയും മഹത്തരമായ ഒരു കല, ഭക്തിയും സംഗീതവും ഒത്തിണങ്ങിയ ഈ ഒരു സമ്മോഹനമായ ആ ഒരു കല തളർന്നു പോകാതിരിക്കട്ടെ, എപ്പോഴും വളർന്ന് തന്നെ മുന്നോട്ട് പോകട്ടെ. അതിനുവേണ്ടി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക്, അതായത് ഈ വളർന്നു വരുന്ന കുട്ടികൾക്ക് അതിൻ്റെ മഹത്വം എന്തെന്ന് പറഞ്ഞു കൊടുക്കുവാനുള്ള ഒരവസരമായിട്ടാണ് ഞാൻ ഈ ക്ലാസ്സുകൾ ഇന്ന് കാണുന്നത്. എപ്പോഴും അതങ്ങനെ തന്നെ ആകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നന്ദി. നക്ഷത്രദീപങ്ങൾ തിളങ്ങി, നക്ഷത്രദീപങ്ങൾ തിളങ്ങി, നവരാത്രി മണ്ഡപമൊരുങ്ങി, നക്ഷത്രദീപങ്ങൾ തിളങ്ങി, നവരാത്രി മണ്ഡപമൊരുങ്ങി, രാജധാനി വീണ്ടും സ്വാതി തിരുനാളിൻ, രാജധാനി വീണ്ടും സ്വാതി തിരുനാളിൻ, രാഗസുധാസാഗരത്തിൽ നീരാടി, നക്ഷത്രദീപങ്ങൾ തിളങ്ങി, നവരാത്രി മണ്ഡപമൊരുങ്ങി.